എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തി വരുന്ന സ്നേഹസംഗമത്തിന്റെ 118ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിന് കുമാരി മിനി പാവർട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളുന്നു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നോടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. അടുത്തതായി സ്വാഗതമാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ആഷിലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാവരും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യാണ്. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജോസ് കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചോളുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിപ്പായിട്ട് പറയാനുണ്ട്. ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് നടത്തുന്ന മലയാള തനിമ എന്ന പരിപാടിയുടെ അതിന്റെ റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ മാസം 20-ാം തീയതി അതിന്റെ റിസൾട്ട് പുറത്തു പറയുന്നതായിരിക്കും. ഗ്ലോറിയ ഗ്രൂപ്പ് നടത്തുന്ന ഓണപരിപാടി എന്ന മത്സരത്തിന്റെ അതിന്റെ റിസൾട്ട് പറയുന്നത് ഈ മാസം 25-ാം തീയതി. തിരുഹൃദയ ഗ്രൂപ്പ് നടത്തിയിരുന്ന തിരുവോണപ്പുലരിയുടെ റിപ്പോർട്ട് അതിന്റെ റിസൾട്ട് പറയുന്നത് ഈ മാസം 30-ാം തീയതി. ഒരു കാര്യം പറയാനുള്ളത്, പരിശുദ്ധമ്മയ്ക്ക് കൊന്ത കെട്ടാനായിട്ട് എല്ലാവരും കടന്നു വരണം. വളരെ ലളിതമായ രീതിയിലാണ് അത് നടത്തപ്പെടുന്നത്. നമുക്കതിന് ചെലവുകളില്ല, ചെയ്യേണ്ടതാണ്. പിന്നെ പറയാനുള്ളത്, ഗൂഗിൾ മീറ്റിംഗിൽ പരമാവധി പേരും പങ്കെടുക്കുക. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഗൂഗിൾ മീറ്റിംഗിൽ നടത്തപ്പെടുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടി വരും. ഗൂഗിൾ മീറ്റിംഗിൽ വരാതെ മറ്റുള്ളവരിൽ വന്ന് നമുക്ക് ലഭ്യമാകണമെന്ന് പറഞ്ഞാൽ അത് അച്ഛൻ എങ്ങനെ തീരുമാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി പേര് ഗൂഗിൾ മീറ്റിംഗിലൂടെ പങ്കെടുത്ത് അതിനെ വിജയിപ്പിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. രണ്ടാമത്, ഇനി ഹാപ്പി ബർത്ത്ഡേ അനിൽകുമാർ. ഗീതാകുമാരിയുടെ ജീവിത പങ്കാളിയാണ് അനിൽകുമാർ. ജോർജേട്ടൻ പട്ടാമ്പി, രണ്ടുപേരുടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിത ശിങ്കാരിമ്പഴം ടീം, ഓർക്കസ്ട്ര ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടി ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാ കായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ
കാഴ്ച പരിമിതരും ചലന പരിമിതരുമായിട്ട് ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 405 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് എന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാൻ ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. പഠനക്കളരി കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് വേണ്ടി റീടേക്ക് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇന്നത്തെ ആധുനിക രീതിയിൽ കണക്കിനെ പറ്റി അറിയുന്നതിന് കണക്കറിവ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും PhD പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽ ചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ ദർശന സർവീസ് സൊസൈറ്റി, ദർശന എന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് യൂട്യൂബ് ചാനൽ ഓൺലൈനിലൂടെ ഒരു സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നേറ്റമുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, 9/9/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 117ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം ശ്രീമതി അശ്വതി കൊല്ലം. പ്രാർത്ഥനാ ഗാനം ശ്രീ സുബിൻ ജോസ് വണ്ടൻമേട്. സ്വാഗതം ശ്രീമതി സിന്ധു മോൾ തോപ്രാങ്കുടി. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തിയതും റിപ്പോർട്ട് അവതരിപ്പിച്ചതും ശ്രീ KJ ജോസ് കോരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ജോസഫ് അഗസ്റ്റിന്റെ സഹോദരൻ ആൻഡ്രോ അഗസ്റ്റിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് അധ്യക്ഷ പ്രസംഗം. പ്രിയം നിറഞ്ഞ വിശിഷ്ട വ്യക്തികളെ, ഇന്ന് 117 സ്നേഹസംഗമത്തിന്റെ നിറവിലാണ്. കഴിഞ്ഞ ആഴ്ച ഷിനാച്ചൻ പറഞ്ഞു നമ്മൾ മാലാഖമാരാണെന്ന്. മാലാഖമാരെ പോലെ നമുക്ക് വീട് വെക്കാൻ സാധ്യത ഒരുക്കിയിരിക്കുന്നു. കൂട്ടായ്മയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നലെ പരിശുദ്ധമ്മയുടെ തിരുനാൾ ആഘോഷിച്ചു. തോൽക്കാൻ മനസ്സില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് വിജയിക്കാൻ തുടങ്ങുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്തത് തൊടുപുഴ കൊടുവേലി സാൻജോ CMI പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോൺ നൻപാലത്തിങ്കൽ അച്ഛനായിരുന്നു. 117ാം സ്നേഹസംഗമത്തിലെ മുഖ്യാതിഥി TT ജോസ്മോൻ. ആശംസ അർപ്പിക്കുന്ന ജസ്റ്റിൻ പാലത്തിങ്കൽ, ഷിബിൻ ഹാരി, അഗസ്റ്റിൻ ജോസഫ്, അശ്വതി, പിയൂസ്. റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസ് കൊരട്ടി. ഈ സ്നേഹസംഗമം പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കൃത്യം യോഗം ചേരുന്നു. അച്ചടക്കം നടക്കുന്ന ISRA മാത്രം കാണുന്ന കൃത്യത ഇവിടെ കണ്ടു. വളരെ സന്തോഷം. തൃശ്ശൂരുള്ളവരാണ് ഏറ്റവും നല്ല മനസ്സുള്ളവരെ. പൂരങ്ങളുടെ നാട് മാത്രമല്ല, സ്നേഹമുള്ളവരുടെ നാട് കൂടി, പുണ്യങ്ങളുടെ നാടും കൂടിയാണ് തൃശ്ശൂരിന്റെ പുണ്യമാണ് ദർശന ക്ലബ്ബ്. രാജ്യത്തിന്റെ അഭിമാനമായ സിനിയെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ച ദർശനയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം 117 സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ അനുവാദം തന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ആനി വർക്കി മനോഹരമായ ഗാനം ആലപിച്ചു. മുഖ്യ അതിഥിയായി എത്തിയത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മെമ്പർ ശ്രീ TT ജീസ്മോൻ അവർകളായിരുന്നു. എന്റെ പേര് TT ജീസ്മോൻ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് യൂത്ത് ക്ലബ്ബ് പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നു. ട്രാൻസ്ജെൻഡറിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു. തൃശ്ശൂർ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഗ്രൂപ്പിലുള്ളവർ, ഭാരവാഹികൾ എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് അതിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. സംശയങ്ങൾ ചോദിക്കുകയും അതിന് മറുപടിയും തരികയും ചെയ്യുന്നു. എന്നെ വിളിച്ചതിന് നന്ദി, നമസ്കാരം. സോൾമത്തിന് അറിയിപ്പും അവന് പ്രാർത്ഥനയും നടത്തി. യോഗാവസരം ശ്രീമതി സോഫി ചെറിയൻ നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിന്. അടുത്തതായി നമ്മുടെ യോഗത്തിലെ അധ്യക്ഷ പ്രസംഗമാണ്
അധ്യക്ഷനായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI ആണ്. അച്ഛനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛോ. ദർശന സർവീസ് സൊസൈറ്റിയിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഭാരവാഹികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വൈദികർക്കും അതുപോലെ തന്നെ മറ്റ് മുഖ്യാതിഥികൾക്കും കൃത്യമായിട്ടൊരു സ്വാഗതം അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മനസ്സ് കാണിച്ച ഓരോ വ്യക്തികളെയും ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ സ്നേഹസംഗമങ്ങളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതിന് പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും കൂടിയും ചെയ്യാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഏവർക്ക് അറിയാവുന്നതാണ്. ഒന്ന് മലയാളി തനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി ജോസേട്ടൻ പറഞ്ഞു 20-ാം തീയതിയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. 25-ാം തീയതി മറ്റൊരു പ്രോഗ്രാം പ്രസംഗം, അതും ആണ് പറ്റിയുള്ളത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ ദിവസങ്ങളിലാണ്, 25-ാം തീയതിയാണ്. തുടർന്ന് 30-ാം തീയതി തിരുവോണപ്പുലരി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. ഇതെല്ലാം ഭംഗിയായിട്ട് നടന്നു വരികയാണ്. അതിന്റെ ഒരു ശ്രേണിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംരംഭങ്ങളുമായിട്ടാണ് നമ്മൾ എന്നും ഓരോ സ്വപ്നം കണ്ട് ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സ്വപ്നം പ്രാവർത്തികമാക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് സാഫല്യമണിയാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാനായിട്ട് ആരംഭിച്ചു വെച്ചു. ഒക്ടോബർ മാസം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിസമ്മയോടുള്ള ഒരു വണക്കത്തിന്റെ മാസമാണ്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മത്സരം നടത്തുന്നുണ്ട്. ജപമാല മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ജപമാല കെട്ടുക എന്നുള്ളൊരു മത്സരം അത് നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ എൻ്റെ അടുക്കള എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിമാർക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുക്കള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാചകവിധി അല്ലെങ്കിൽ അതൊക്കെ പറയുന്ന ഒരു മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ഇപ്പൊ സ്വിമ്മിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിലെ വളരെ സജീവമാക്കാനായിട്ട് എല്ലാവരും സജീവമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ ഒരു ഉണർവോടുകൂടെ ചിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വേദനകളൊക്കെ ഉണ്ട്, നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ഒക്കെ വേദനകളുണ്ട്. അതിനൊക്കെ മറന്ന് ചിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമിലും നമ്മുടെ വൈദികരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു വിശിഷ്ട അതിഥികളായിട്ട് അവരെയൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴും നമ്മളോട് കൂടെ ഉണ്ടെന്ന് നമ്മളോട് പറയുമ്പോഴും കൈകോർത്ത് പോകാം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആവേശം അത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ തമ്പുരാന്റെ കൂടെ ഓരോ തമ്പുരാനും തമ്പുരാൻ വസിക്കുന്നത് വ്യക്തികളിലാണെന്നുള്ളത്. ആ വ്യക്തികളുടെ സാന്നിധ്യമാണ് നമ്മളെ കൂടുതൽ തമ്പുരാനിലേക്ക് അടുക്കാനായിട്ട് ഇടയാക്കുക തന്നെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കെന്ന് സന്തോഷിക്കാം. നമ്മുടെ കൂട്ടായിട്ടുള്ള ഒരു ആവേശമാണ് അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു ഉദ്യമമാണ് നമുക്കെന്നും ഉണ്ടാകേണ്ടത്. അതുവഴിയായിട്ട് നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ അടുത്തിടെ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ശ്രീനിവാസ് ചേട്ടൻ പറഞ്ഞതിന്റെ വെളിച്ചത്തില് നമ്മൾ കുറച്ചു പേരൊക്കെ വീടില്ലാത്തവർക്ക് അല്ലെങ്കിൽ ബാഹ്യ വീടിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ അതിന്റെ കളക്ഷനൊക്കെ നടത്തി കഴിഞ്ഞ ഏകദേശം 19-20 പേരാണ് നമുക്ക് ഇതുവരെ തന്നിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ട ഡേറ്റ് എല്ലാം കഴിഞ്ഞു. അതിന് സമർപ്പിക്കേണ്ട മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭംഗിയായിട്ട് നടക്കണം. ഇത് കൂട്ടുത്തരവാദിത്തോടെ നമ്മൾ ഒരു കാര്യം മാത്രമല്ല, അന്യ കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ സ്പോർട്സ് കാര്യങ്ങൾ മാത്രമല്ല, കലാകായികമായിട്ട് മാത്രമല്ല, നമ്മുടെ കുടുംബം, ദാമ്പത്യം എല്ലാം അതിനോട് ചേർന്ന് ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നാനാത്വത്തിലേകത്തെന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് വരും, എല്ലാ അവസ്ഥകളും ഒരുമിച്ച് വരും. അതിനൊരു ഐശ്വര്യമുണ്ട്, കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഭംഗിയോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഏവർക്കും ഈ ദിനത്തിന്റെയും മുന്നോട്ടുള്ള എല്ലാ ദിനത്തിന്റെയും എല്ലാവിധ ആശംസകളും ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് ഉദ്ഘാടന കർമ്മമാണ്. യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ചിറ്റൂർ സെന്റ് ജോർജ് ചർച്ച് വികാരി റവറൻ ഫാദർ ടോജിൻ കല്ലർക്കിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം കോതമംഗലം രൂപതയുടെ KCYM തൊടുപുഴ ഫൊറാന ഡയറക്ടറും തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സെൽഫ് ഫിനാൻസ് സെക്ഷൻ ഡയറക്ടറുമാണ്. ഫാദറിനെ അത്യധികം സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചോളുന്നു. ദർശന അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളിക്കുന്ന ബഹുമാനപ്പെട്ട സോളമൻ
കളമ്പാട്ട് പറമ്പിലച്ച, അതുപോലെ തന്നെ ഈ പരിപാടികളുടെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രാജേഷ്, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 118ാമത്തെ സ്നേഹസംഗമമാണെന്ന് മനസ്സിലാക്കി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ല ദിവസങ്ങള് ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് UDT-യുടെ UKCYM-ന്റെ ഒരു പ്രോഗ്രാമിലാണ് നമ്മുടെ പ്രിയങ്കരിയായിരിക്കുന്ന ഇവിടെ കാണാനിടയായത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ പരിചയപ്പെട്ടതും നമ്മളുടെ ഇങ്ങനെ ദർശന അക്കാദമിയെ കുറിച്ച് പറയാനും ദർശന ക്ലബിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധ്യമായത്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ഗ്രാഹ്യമില്ലായിരുന്നു. എങ്കിലും എനിക്ക് വളരെ സന്തോഷകരമായ കാര്യം 118ാമത് സ്നേഹ സംഗമമാണ് എന്ന് പറഞ്ഞ് എല്ലാ ശനിയാഴ്ചകളിലും കൂടുന്നു. അതായത് എല്ലാ ശനിയാഴ്ചകളിലും ഇതുപോലെ കൂടി 118ാമത്തെ ആഴ്ചയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവമായ കാര്യവും. അതിന്റെ നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ എല്ലാവരെയും, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, നമ്മളെല്ലാവരും എന്താണ്, കൂടുതൽ ശേഷിയുള്ളവരാണ്. ആരും ഒട്ടും ശേഷി കുറഞ്ഞവരല്ല. അതാണ് ഭിന്നശേഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽപ്പെട്ട കാര്യങ്ങളിലാണ് നമുക്ക് ചിലർക്ക് പാട്ടുപാടാനുള്ള കഴിവുകളുണ്ട്, മറ്റു ചിലർക്ക് ആണെങ്കിൽ സ്പോർട്സ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കഴിവുകളുണ്ട്, ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്, ചിത്രരചനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ധാരാളം കഴിവുകൾ ഉള്ളവരാണ്. ആരും കഴിവുകൾ കുറഞ്ഞവരല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബൈബിളിൽ ഒരു ഉപമ പറയുന്നുണ്ട്, താലന്തുകളുടെ ഉപമ. അപ്പം 5 താലന്ത്, 10 താലന്ത്, അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്തുകൾ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള താലന്തുകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ ഈ താലന്തുകൾക്കനുസരിച്ച് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് സോളമൻ അച്ഛനെയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പേസ് ചേട്ടനെയും അതുപോലെ തന്നെ ഇപ്പം രാജേഷ് എല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി നമ്മുടെ കൂട്ടായ്മ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, ഒരു കയ്യിൽ 5 വിരലുകളാണുള്ളത്. ഈ 5 വിരലുകളില് എല്ലാ വിരലുകൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഇല്ലേ? തള്ളവിരലിന്റെ പ്രാധാന്യമുണ്ട്. തള്ളവിരൽ ചെറുവിരല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നമുക്ക് നോക്കുക, നിങ്ങൾ എല്ലാവരും നമുക്ക് നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്കുക. തള്ളവിരലില് ഏറ്റവും ചെറിയ വിരൽ തള്ളവിരല അല്ലെ? വലത് കൈയുടെ തള്ളവിരൽ നോക്കിക്കേ. പക്ഷെ തള്ളവിരൽ ഇല്ല നമുക്കൊരു കാര്യം എടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. തള്ളവിരൽ തൊട്ടപ്പോൾ ചൂണ്ടുവിരലുണ്ട്. ചൂണ്ടുവിരൽ നമ്മൾ ആദ്യം എന്തെങ്കിലും എടുത്ത് കാര്യങ്ങളൊക്കെ ചൂണ്ടു കാണിക്കുക, ചൂണ്ടി പറയുക എന്ന് പറയും. അതിന്റെ ഒപ്പം നടുവിരലുണ്ട്. പക്ഷെ നടുവിരൽ കൊണ്ട് തന്നെ നടുവിരൽ ആട്ടാൻ എന്നുള്ളല്ലാതെ എന്ത് പറ്റും നടുവിരലിനെ കൊണ്ട്? അല്ലെ? നടുവിരൽ. അതിന്റെ അപ്പുറത്ത് മോതിരി വിരലുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് കുഞ്ഞും വിരൽ, ചെറുവിരലും. ഇതെല്ലാം വിരലുകളും ഒന്നിനൊന്നിന് സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ കൈയുടെ ഒരു ഭംഗി ഉണ്ടാകുന്നത്. ഇതുപോലെ ഈ നമ്മുടെ ദർശന ക്ലബിലെ അംഗങ്ങളായിരിക്കും നിങ്ങൾ എല്ലാവരും ചേർന്ന് കഴിയുമ്പോഴാണ് ഈ സമൂഹത്തില് അതിൻ്റെതായ പല നിറങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ എല്ലാവരും ഞാൻ പല നിറങ്ങളോടുകൂടി ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കുക. ഈ പൂന്തോട്ടത്തില് റോസപ്പൂ മാത്രമായാൽ ഒരു പൂന്തോട്ടം ആവുമോ? ഇല്ല. അവിടെ റോസപ്പൂ ഉണ്ട്, ബന്ദിപ്പൂ ഉണ്ട്, ഡാലിയ ഉണ്ട്, ജമന്തി ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, പിന്നെ അതുപോലെ എല്ലാ തരത്തിലുള്ള പൂക്കളുള്ളതാണ് അത് റോസാപ്പൂ അല്ല ഒരു പൂന്തോട്ടമായി മാറുന്നത്. അല്ലെ? അതാണ് പൂന്തോട്ടമായി മാറുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്, താലന്തുകളുള്ളവരാണ്. ഒരാളുടെ കഴിവല്ല മറ്റൊരാൾക്കുള്ളത്, ഒരാളുടെ ശേഷിയല്ല മറ്റൊരാൾക്കുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ എല്ലാ കാര്യങ്ങളും മലയാള തനിമ, ഞാൻ മലയാള ഭാഷ പഠിപ്പിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് മലയാള തനിമ എന്നൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. മലയാള തനിമ, അതുപോലെ തന്നെ പ്രസംഗ മത്സരവും അതൊക്കെ ഞാനത് കേൾക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ധാരാളം ആളുകളുടെ സഹായ സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ള എല്ലാ നല്ല സുമനസ്സുകളെ നിങ്ങൾ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ? ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്കറിയാം. ഇപ്പം ഇവിടെ ഞാൻ തൊടുപുഴയിലാണ് എന്റെ സ്ഥലം. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിൽ കുറച്ച് വെയിലുണ്ടായിരുന്നു. ഈ എപ്പോഴും മഴ തന്നെ ആയാലോ, വെള്ളപ്പൊക്കം ആവില്ലേ? 2018 ഓർമ്മയുണ്ടല്ലോ. അപ്പം എപ്പോഴും വെയിലായാലോ, ഭയങ്കര വെയില്, തണുപ്പായാലോ, നമുക്ക് തണുപ്പ് ജീവിക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മളെല്ലാവരും ചേർന്നതാണ് എക്വിലിബ്രിയത്തിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഉദാഹരണം ഒരൊറ്റ ചിന്തയും കൂടെ പറഞ്ഞു വെക്കാം. നമ്മള് പല സ്വഭാവക്കാരുള്ളവരല്ലേ. ചിലർക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നവർ കാണും, ചിലർ ശാന്തരായിട്ടുള്ളവരുണ്ട്, ഒരു ദേഷ്യമേ വരില്ലാത്തവരുണ്ട്. അങ്ങനെ പല സ്വഭാവ പ്രകൃതി ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസ് എടുക്കുക, സ്പിരിച്വൽ പോസ് എന്ന് പറയാം അല്ലെ? അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം. ഞാനിപ്പോ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാ?
നമുക്ക് ശാന്തമായിട്ട് കാര്യങ്ങളെ നേടാനായിട്ട് പറ്റുമോ? ഇച്ചൂടെ സൗമ്യമായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് പറ്റുമോ? അങ്ങനെ ഇച്ചൂടെ നമ്മളെ സഹായിക്കുന്നവരുണ്ട്, നമ്മളെ പരിചരിക്കുന്നവരുണ്ടായിരിക്കും, നമ്മൾ വ്യക്തികളായിട്ട് കെയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരെ നമ്മൾ നോട്ടും കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നമുക്ക് ചിന്തിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹം നേർന്നുകൊണ്ടും ഇവിടെ വിവിധമായ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ടും ഇന്നത്തെ 118ാമത്തെ നമ്മുടെ ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏവർക്കും എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അറിയിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ സർവീസ് സഹകരണ സംഘം ഭരണസമിതി പ്രസിഡന്റ് ശ്രീ സുനിൽ സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വരവൂർ സർവീസ് സഹകരണ സംഘത്തിന്റെ പ്രത്യേകം അഭിനന്ദനങ്ങളും ഒപ്പം ആശംസകളും അർപ്പിക്കുകയാണ്. നിങ്ങളോട് അതിസംബോധന ചെയ്ത് കുറച്ചു നേരം ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത്ര വലിയൊരു മോട്ടിവേറ്റർ അങ്ങനെയുള്ള ഒരാളല്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്റെ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടുകയാണെങ്കിൽ അത് നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മള് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളും എന്നാൽ കുറച്ചൊക്കെ പുറത്തു പോകുന്ന ആളുകളും ഉണ്ടാകാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും നമ്മുടെ ഭരണകേന്ദ്രങ്ങൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിൽ ഉള്ളവർക്ക് പലർക്കും അതിന്റെ ഗുണം അനുഭവിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അഥവാ നമുക്ക് കൃത്യമായിട്ടുള്ള ഗുണം അനുഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചായത്തില് ഗ്രാമസഭ നടക്കുന്നുണ്ട്. അതില് ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള തനത് പ്രദേശങ്ങളില് അത്തരത്തിൽ ഗ്രാമസഭകൾ നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അടുത്ത ബഡ്ജറ്റില് തുക നീക്കിവെക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അപ്പൊ അതിനു സാധാരണഗതിയിൽ ഞങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഉണ്ടാവാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചാളുകൾ പങ്കെടുക്കുന്നുണ്ട്, അവര് ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്, അത് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു തുക അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്, വിനിയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് എന്റെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത്തരം തുക കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് അവരുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോ നിങ്ങളുടെ തനത് പ്രദേശങ്ങളില് അത്തരം പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനുവേണ്ടി ഫണ്ട് വെപ്പിക്കാനും അത് നടപ്പിലാക്കാനും ശ്രമിക്കണം എന്നാണ് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്തു തരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ട് അറിവ് ഉണ്ടായിരിക്കും എന്ന് ആണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ പ്രാഥമിക സഹകരണ സംഘമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇതൊന്നും തന്നെ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഗവൺമെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയും എന്ന് ധരിക്കുന്നു. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നിങ്ങൾക്ക് അറിയാം, നമ്മള് സ്കൂളുകളില് ഇപ്പൊ പുതിയ തലമുറകളില് സ്കൂളില് എല്ലാ കുട്ടികൾക്കും 1 തൊട്ടിട്ട് PG വരെ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അപ്പൊ അത് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താന്നുള്ളതും കൂടി ജസ്റ്റ് ചെറിയ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. പിന്നെ വിദ്യാകിരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് ഉള്ളത്. അത് 1 തൊട്ടിട്ട് PG വരെയുള്ള എല്ലാ കുട്ടികൾക്കും അത് ഒരു സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുമാതിരി വിദ്യാജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമുണ്ട്. അതില് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 40ൽ കൂടുതൽ ഭിന്നശേഷിയുള്ളവർക്ക് യൂണിഫോം, പഠനോപകരണം എന്നിവ വാങ്ങുന്നതിന് ധനസഹായം നൽകുന്നുണ്ട്. അത് ജില്ലാ സാമൂഹിക നീതി ഓഫീസ് വഴിയാണ് അത് കൊടുക്കുന്നത്. അതുപോലെ മാതൃജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. ഭിന്നശേഷിക്കാരായ മാതാവിന് പ്രസവാനന്തരം തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് പ്രതിമാസം 2000 രൂപ നിരക്കിൽ കുട്ടിക്ക് 2 വയസ്സുവരെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണത്. അതുമാതിരി പരിണയം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള
ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് പെൺമക്കളെ നിയമാനുസൃത വിവാഹം ചെയ്ത് നൽകുന്നതിന് ചെലവിലേക്കായി ഒറ്റത്തവണയായി 30,000 രൂപ നൽകുന്നു. അതിൽ വാർഷിക വരുമാനം 1,00,000 താഴെ പാടുള്ളൂ. സാമൂഹിക നീതി വകുപ്പാണ് ചെയ്യുന്നത്. പരിണയം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതുമാതിരി സ്വാശ്രയ തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംരക്ഷിക്കുന്ന കുടുംബത്തിൽപ്പെട്ട മാതാവിന് അല്ലെങ്കിൽ രക്ഷാകർത്താവിന് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനും ഒറ്റത്തവണ ധനസഹായമായി 35,000 രൂപ അത് സാമൂഹ്യ നീതി വകുപ്പാണ് നൽകുന്നത്. അതുപോലെ തന്നെ ജീവാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹിക്കുന്നതിനുമായി ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് ജീവാമൃതം. അതിൽ നല്ല ഇതോടുകൂടി, അതായത് കൂടുതൽ ശതമാനം വാങ്ങി പഠിക്കുന്ന കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത്. അതുപോലെ സഹചാരി പദ്ധതി, പരസഹായം ആവശ്യമായ 40% വൈകല്യമുള്ള കുട്ടികൾക്ക് പഠനത്തിനും മറ്റു കാര്യനിർവഹണത്തിനും സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന NSS SPC യൂണിറ്റുകളെ ആദരിക്കുന്നുള്ള പദ്ധതിയാണ്. ഇത്തരം യൂണിറ്റുകൾ ജില്ലകളിൽ ആസ്ഥാനത്തിൽ 3 യൂണിറ്റുകൾക്ക് അത്തരം പദ്ധതികൾ സഹായം നൽകുന്നുണ്ട്. പക്ഷെ ആ സഹായം എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ല, അത് NGO അസോസിയേഷൻസുകളുമായി സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് അത് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇത്തരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ NCCയോ NSSO SPCയോ ഉണ്ടെങ്കിൽ അവർ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണത് സഹചാരി പദ്ധതി പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പരിരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ അംഗപരിമിതരായവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ്. അപകടം, ആക്രമണം, പ്രകൃതി ദുരന്തം എന്നിവ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് പരിരക്ഷ. ഇതിൽ 25,000 രൂപ വരെ ആണ് അത് കിട്ടുക. അതിൽ ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കാണ് ഈ ഫണ്ട് ഉപയോഗിക്കാനുള്ള അധികാരം. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജില്ലാ സാമൂഹിക നീതി ഓഫീസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 25,000 രൂപ വരെ ഒരു ടൈമിൽ ചെലവ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണത്. അത് കഴിഞ്ഞ് ശ്രേഷ്ഠം എന്ന പദ്ധതി. ഇപ്പൊ നമ്മൾ പലരും കായിക ശേഷിയൊക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പൊ ആ കായിക ശേഷിയുള്ള ആളുകളെ അവരുടെ മികവ് പുലർത്തുന്നതിന്, അവർക്ക് ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തോ രാജ്യാന്തരത്തിലുള്ള അംഗീകൃത സ്ഥാപനങ്ങളിലോ പരിശീലനം നേടുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന പദ്ധതി. ഇതില് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറാണ് അത് ചെയ്യുന്നത്. അതുപോലെ പ്രത്യാശ, റിഹാബിലിറ്റേഷൻ, അതായത് മാനസിക രോഗം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ മാനസിക രോഗം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരെ ഏറ്റെടുക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവർ പിന്നെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ തെരുവിലാക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് പിന്നെ അതിൻ്റെതായിട്ടുള്ള റിഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതും NGOകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഗവൺമെന്റിന്റെ ഫണ്ടല്ല, NGO ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, തൊഴിലില് നമുക്ക് 3% സംവരണം നിലവിൽ ഉണ്ടായിരുന്നു. അത് 1996 അത് 4% സംവരണം ആക്കിയിട്ടുണ്ട്. സ്കൂളുകള്, കോളേജുകള്, അത്തരത്തിലുള്ള നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കാണ് അത്തരത്തിൽ നമ്മളെ തൊഴിലിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല സേവനങ്ങളും ഉണ്ടെങ്കിലും പല സേവനങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് ഒരു ഹെൽപ്പ് ഡെസ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പിലെ ഓഫീസർമാരുമായിട്ട് സംസാരിക്കുകയോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇത്തരം പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾ സ്വയം കാലിൽ നിർത്താനും കഴിയുന്ന രീതിയിലുള്ള പല പദ്ധതികളും ഇന്ന് നിലവിലുണ്ട്. അപ്പോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതിൽ നമ്പർ ജസ്റ്റ് ഞാൻ പറയാം, അത് നോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ ചെയ്തോളൂ. ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിക്കാം. ടോൾ ഫ്രീ നമ്പർ 1800 1201 001. ടോൾ ഫ്രീ നമ്പർ ആണ് 1800 1201 001. ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാം. 1800 1201 001. ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു തന്ന് നിങ്ങളെ സഹായിക്കാവുന്ന സംവിധാനം ഇപ്പൊ നിലവിലുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. താങ്ക് യു സാർ. ഹലോ സാർ, ഒരു കാര്യം ചോദിക്കട്ടെ സാർ? പറഞ്ഞോളൂ. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക്.
ഇൻഷുറൻസ് സത്യത്തില് അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ എനിക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അതിനൊരു പ്രത്യേക പരിഗണന മറ്റുള്ളവരെക്കാളും. അതായത് പ്രീമിയത്തിൽ ഒരു വ്യത്യാസം, അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ നിന്നുള്ള പ്രീമിയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രീമിയം കുറഞ്ഞ പ്രീമിയത്തിൽ ചെയ്യാവുന്ന ഒരു ഏർപ്പാടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് പൂർണ്ണമായിട്ട് എനിക്ക് അറിവില്ല. അത് നിങ്ങൾ ഈ ഇപ്പൊ പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ നമ്പർ അവർക്ക് തരാൻ പറ്റും. അതിനെ എനിക്ക് പറ്റി കൂടുതൽ അറിവില്ല കേട്ടോ, അതാണ് പറയുന്നത്. ശരി, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? എന്നാലും സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഒന്നും പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു. ആയിക്കോട്ടെ. അല്ല, ഈ വക ഡീറ്റെയിൽ എല്ലാം തന്നെ നമുക്ക് സൈറ്റുകളിലും അവൈലബിൾ ആണ്. ഞാനിപ്പോ അത് അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പക്ഷെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള അറിയാം. ഇനി ഇതിൽ അതല്ലാതെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയില് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് നിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു നിപ്മർ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ. അത് അംഗവൈകല്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അംഗപരിമിതർക്ക് കൃത്രിമ കയ്യ്, കാല് അങ്ങനെയുള്ള ഉപകരണങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോ ഇത്തരത്തിലുള്ള പല ആളുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കാറ്. ഇത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിൽ ആ സാധനം കിട്ടും എന്ന് മാത്രമല്ല, അവരത് വീടുകളിൽ വന്നിട്ട് നമുക്കത് ട്രെയിനിങ് വരെ തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാട് കൂടി ഉണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് വേണമെങ്കിൽ ട്രെയിനിങ് അത് ചെയ്യുന്ന ഒരു ഏർപ്പാട് കൂടി ഉണ്ട്. അപ്പൊ അതിന്റെയും കൂടി പ്രയോജനം ഉപയോഗപ്പെടുത്തണം. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പല ആളുകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഇതൊന്നും അവർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോ കുറെ ആളുകൾക്ക് ഇതുവരെ നമ്പർ കൊടുത്തിട്ട് ഇപ്പോൾ അതുവരെ അവർ ഉപയോഗപ്പെടുത്തുണ്ടായി. അപ്പൊ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പൊ ആ ഒരു അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, പുതിയൊരു കാര്യം കൂടിയും അറിവ് ഇപ്പോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 3 കൊല്ലം കൂടുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പൊ വീൽ ചെയർ ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് കൃത്രിമക്കാലം അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ആ വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രവണ സഹായി ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് 3 കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് മാറ്റാവുന്ന രീതിയിൽ, അതായത് പുതിയത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം കിട്ടുന്ന ഒരു ഏർപ്പാട് കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്കത് പറഞ്ഞു തരാൻ പറ്റും. എല്ലാ 3 കൊല്ലം കൂടുമ്പോഴും അത് ചെയ്യാവുന്നതാണ് എന്ന, ഇത് നിങ്ങളുടെ അവകാശമാണ്. അപ്പൊ നിങ്ങളത് ആ രീതിയിൽ അത് നോക്കിയിട്ട് ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം ഈ കാര്യങ്ങൾക്ക്. ഞാൻ അപ്പൊ വീണ്ടും സ്ഥാപനത്തിന്റെ നമ്പർ ഉണ്ടാവും കയ്യില്? ഏതിന്റെ ഉദ്ദേശിക്കുന്നത്? ഈ സാമൂഹ്യനീതി വകുപ്പിന്റെയാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിപ്പറിന്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. അതൊന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപയോഗപ്പെടും. ഒന്ന് എടുക്കട്ടെ കേട്ടോ. അതെ, അങ്ങനെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ അതൊന്നും എടുത്തിട്ട് തരാം, കാരണം എനിക്കത് എഴുതി വെച്ചിട്ടില്ലെന്നൊന്ന് നോക്കണം കേട്ടോ. ഒന്നുകൂടെ പറയാവോ? ഏതാണ് വേണ്ട? ടോൾ ഫ്രീ നമ്പർ വേണോ? ടോൾ ഫ്രീ നമ്പർ ഒന്നുകൂടെ പറയാവോ? പറയാം. 1800. അതെ, 12 01 001. ഓക്കെ. അപ്പൊ ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം തന്നെ അവർ പറഞ്ഞു തരാൻ പറ്റും കേട്ടോ. അത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ളതാണ്, ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ അവരെ കൊണ്ട് സാധിക്കും. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന്റെ നമ്പർ കൂടി തരാം, നിപ്മറിന്റെ നമ്പർ, ഇരിഞ്ഞാലക്കുടയിലത്തെ നമ്പർ തരാം. എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ആർക്കും പിന്നിലല്ല, എല്ലാവരും സമന്മാരാണ്. അത് ഒരു പരിമിതികളൊന്നും തന്നെ ഒരു ഇതല്ല. ജീവിതത്തിൽ വിജയം നേടാൻ നമുക്ക് ഇച്ഛാശക്തി മാത്രമേ വേണ്ടൂ. നിങ്ങളിൽ സാധാരണക്കാരിൽ കാണുന്നതിൽ കൂടുതൽ ഇച്ഛാശക്തി ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ജീവിത വിജയം നേടാൻ നിങ്ങളുടെ വൈകല്യങ്ങൾ ഒരു തരത്തിലും പരിമിതരാവരുത്. അതിൽ നിന്ന് അപ്പുറം മറികടക്കാൻ, മനസ്സിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ആ നമ്പർ ഇപ്പൊ തരാം കേട്ടോ. നിങ്ങൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തോളൂ. സാറേ, ഒരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ ഈ സഹകരണ മേഖലകളിൽ നിന്ന് നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് ഭവന വായ്പ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പലിശയിൽ എന്തെങ്കിലും ഇളവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ക്രെഡിറ്റ് സൊസൈറ്റികളാണ്. അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള വായ്പകൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഞങ്ങളൊക്കെ ഇപ്പൊ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് ഒരാള്, എനിക്ക് വിദേശത്തേക്ക് പോകണം, അതിനും ഭൂമി പണയപ്പെടുത്തിയിട്ടുള്ള വായ്പ, എനിക്ക് കാറ് വാങ്ങണം, അതും ഭൂമി പണയപ്പെടുത്തിയിട്ടുള്ള വായ്പ, നിങ്ങൾക്ക് വീട് വെക്കണം, അതും ഭൂമി പണയപ്പെടുത്തിയിട്ടുള്ള വായ്പ, എല്ലാറ്റിനും പെർസെന്റേജ് ലോണിന്റെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെർസെന്റേജ് സെയിം ആണ്. അപ്പൊ സത്യത്തില് സഹകരണ മേഖലയിൽ അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ലോൺ ഇല്ല എന്നുള്ളതാണ് വസ്തുത.
അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തില് അങ്ങനെ ഒരു പ്രത്യേക, അതായത് വീട് വെക്കാനായിട്ടുള്ള ഒരു ലോൺ ഇല്ല. നമുക്ക് ലോൺ തരുന്നത് നമ്മുടെ ഭൂമി പണയപ്പെടുത്തിക്കൊണ്ട് കൃഷിക്ക് ആവശ്യത്തിന് എന്നുള്ള പേരിലാണ് തരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ എല്ലാം തന്നെ ഇത് എന്താ പറയാ, ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് തന്നെയാണ്, സെയിം ആണ്. കൃഷിക്ക് ശരിക്ക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള രീതിയിൽ ഗണിക്കും. ഇപ്പൊ വെറും നെല്ല് മാത്രം പണിയുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ 2000 അല്ലെങ്കിൽ മാക്സിമം 2500 രൂപയാണ് പെർ സെന്റിന് തരുള്ളൂ. എന്നാൽ അതിൽ ഫലവൃക്ഷങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫലവൃക്ഷങ്ങളുടെ കൃഷി, അതായത് ഇപ്പൊ നമ്മളൊരു സാധാരണഗതിയിൽ ഒരു പാടം പണിയാ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏക്കർ സ്ഥലത്തേക്ക് ഒരു 10-30,000 രൂപ 40,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ പാടം പണിയാം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ലോണേ അത് കിട്ടുള്ളൂ. ഒരു പ്രാവശ്യത്തേക്ക് 3 മാസത്തേക്ക് 4 മാസത്തേക്ക് ഒരു വിളവിറക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നേരെ തിരിച്ച് ഫലവൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ദീർഘകാല വിളയാണ്. അപ്പൊ അതിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെലവായി ഇങ്ങനെ ചെലവായി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് പറയാം. ആ പറയുന്ന രീതിയിൽ ചിലപ്പോൾ അത് സ്ഥലത്തിന്റെ മൂല്യം കൂടി കണക്കാക്കിക്കൊണ്ട് ഒരു വലിയ തുക തരാൻ പറ്റും. വലിയ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4, 5 ലക്ഷം വരെയൊക്കെ തരാൻ പറ്റും. പക്ഷെ നെല്ല് അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഇത്തരത്തിലുള്ള പാടമായിട്ടുള്ള ഭൂമിയാണെങ്കിൽ 2000 രൂപ വെച്ചിട്ട് മാത്രമേ അതിന് കണക്കാക്കുള്ളൂ. ശരി സാർ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് എന്തെങ്കിലും സൊസൈറ്റിയെ സംബന്ധിച്ച് അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ. സാറ് ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ള സമയമാണ്. നമ്പർ ഒന്ന് ഫോർവേഡ് ചെയ്യൂ. അതെ, നമ്പർ ഇപ്പൊ ഞാൻ നോക്കിട്ട് പറയാം. പറഞ്ഞോളൂ, എന്താ ചോദിക്കണേ പറഞ്ഞോളൂ. സാറേ, ഈ പ്രസവത്തിന് പൈസ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മമാർക്ക്, അതെങ്ങനെയാ? അത് ഏത് സമയത്താണ് നമ്മൾ അത് അപേക്ഷിക്കേണ്ടത്? അത് നമ്മള് ഇവിടെ എന്താ പറയാ, നമ്മളെ അഡ്മിറ്റ് ചെയ്യില്ലേ ഹോസ്പിറ്റലില്, അതിന് ശേഷം അതിനൊരു ടൈം പീരീഡ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതൊരു 3 മാസമാണെന്നാണ് എന്റെ ഓർമ്മ. 3 മാസത്തിനുള്ളിൽ അപേക്ഷിക്കണം എന്നുള്ളതാണ് ഓർമ്മ. അത് എത്ര മാസം കിട്ടുന്ന പറഞ്ഞത്? അതായത് വൺ ടൈം ആണ്, ഒരു സമയം മാത്രം. അതായത് ഒരു പ്രസവത്തിന്റെ ഇതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വൺ ടൈം തരുന്നൊരു ഇതാണ്, എമൗണ്ട് ആണത്. അത് ഒറ്റ സമയം മാത്രമേ തരുള്ളൂ. അല്ല, ഒരു മിനിറ്റ്. മാതൃജ്യോതി എന്ന് പറഞ്ഞുള്ള ഭിന്നശേഷിക്കാരായ മാതാവിന് പ്രസവാനന്തരം തന്റെ കുഞ്ഞിന്റെ പരിരക്ഷത്തിന് പ്രതിമാസം 2000 രൂപ നിരക്ക് കുട്ടിക്ക് 2 വയസ്സ് വരെ. അതാണ്, അങ്ങനെയാണ് കേട്ടോ. അതില് കുട്ടിക്ക് 2 വയസ്സ് വരെയാണ് അത് തരാം, മാതൃജ്യോതി. അതല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 2 വയസ്സ് വരെ, കുട്ടിയുടെ 2 വയസ്സ് വരെ. അതെ സാറേ, ഒരു പ്രസവത്തിനുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുള്ളൂ? അത് 2-3 കുഞ്ഞുങ്ങളുള്ള മാതാവിന് ലഭിക്കും? അല്ല, അത് 2-3 ആണെങ്കിലും കിട്ടും കേട്ടോ. അതായത് ഭിന്നശേഷിക്കാരെ ഇപ്പോഴും ഭിന്നശേഷിക്കാരൻ തന്നെയാണല്ലോ, അവരെ സഹായിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് ഒരു പ്രസവത്തിന് മാത്രം അങ്ങനെ ഇല്ല കേട്ടോ. അത് 2ാമത്തെ കുട്ടിയായാലും 3ാമത്തെ കുട്ടിയായാലും അത് കിട്ടും. സന്തോഷം. താങ്ക് യു. ആളുദ്ദേശിച്ചത് ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ, ഇരട്ട കുട്ടികളാണെങ്കിൽ 4000 വെച്ച് കിട്ടുമെന്ന്. അതിന് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയില്ല. അത് നോക്കന്നെ വേണം. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കന്നെ വേണം. ഇത് സർക്കാർ ഇപ്പൊ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇതാണ് ഇപ്പൊ പറഞ്ഞിരിക്കണത്. അത് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ഡബിൾ കിട്ടുമെന്നുള്ളത് നോക്കന്നെ വേണം. അതുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ അതൊരാളെ നിർത്തിയിട്ട് നിങ്ങൾ സഹായിയായിട്ടുള്ള ഒരാളെ നിർത്തുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുക എന്നുള്ളതാണ്. അതിപ്പോ ഒരു കുട്ടിയാണെങ്കിൽ 2 കുട്ടിയാണെങ്കിൽ ഒരേ മാതിരിയാണെന്നുള്ള നിലയ്ക്കാവും ചിലപ്പോൾ ഉണ്ടാവുക. അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാന് ചിലർക്ക് 3 കുട്ടികൾ 4 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ ഈ പോളിസി എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ സാറിന്റെ അടുത്ത്. അല്ല, അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണേ വേണം. ചോദിക്കുന്നത് ഒറ്റയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, 4 പിള്ളേരായിട്ടുള്ളവരുണ്ട് ഭിന്നശേഷിക്കാരെ. അപ്പൊ പ്രസവം കഴിഞ്ഞുള്ളൂ. അല്ല, ഇങ്ങനെ ഒരു മാതൃജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറിൽ അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. കാരണം ഇപ്പൊ എനിക്ക് ഈ മുകളിൽ കൂടെയുള്ള നോളജ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഡീപ്പായിട്ട് ഡീറ്റെയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും സാമൂഹ്യനീതി വകുപ്പുകാരായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരും. അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. അപ്പൊ നിങ്ങളുടെ അവിടെ എല്ലാം തന്നെ സാമൂഹ്യനീതി വകുപ്പുകൾ ആളുകളായിട്ട് ബന്ധം ഉണ്ടാവും എന്ന് വിചാരിക്കണം, ഇല്ലേ? ഉണ്ട്. ഈ അംഗൻവാടി ടീച്ചർമാരായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇത്തരം കാര്യങ്ങൾക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ. പിന്നെ അത് കാരണം കൊണ്ട് അതുകൂടാതെ ICDS എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ICDS ഡിപ്പാർട്ട്മെന്റ് അവരും നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ പഞ്ചായത്തിലുള്ള ഒരു ഇതല്ല ICDS എന്ന് പറയുന്നത്, പഞ്ചായത്തിലല്ല അത് അവരുള്ളത്. അതെ, പഞ്ചായത്ത്. അത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ഇത്തരം കാര്യങ്ങൾ, സ്കീമുകൾ പുതിയത് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുക.
അപ്പൊ അവരുടെ മുമ്പിൽ ചെല്ലുന്ന രണ്ടാളെ ഉള്ളെങ്കിൽ ആ സ്കീമുള്ളത് ആ രണ്ടാൾക്ക് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കും. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതൊന്നും അറിയാതെ വീട്ടിലിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരൊന്നും അത്ര താഴെ തട്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അത് ചെയ്യണമെന്നൊന്നും കാണാറില്ല. നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ബ്ലോക്കിൽ നിർബന്ധമായിട്ട് ഒരാളെങ്കിൽ ICDS സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പഞ്ചായത്തായിട്ട് ബന്ധപ്പെടുമ്പോൾ ICDS സൂപ്പർവൈസറെ ആയിട്ടുള്ള ആളുടെ നമ്പറും കൂടി ഒന്ന് എടുക്കണം. എന്നിട്ട് അവരെ നിരന്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനോ പറയാനോ. അവരാണ് ഈ സത്യത്തില് ഈ ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഗ്രാമത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതിന് ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത്രയും ആളുകളോട് പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവരോട് ചോദിക്കാം. അവരെല്ലാവരും അറിയിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്നവർ മുഴുവൻ അവിടെ എത്താറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രാമസഭ നിങ്ങൾക്കായിട്ട് നടത്താനും അവർക്ക് കഴിയും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രാമസഭ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്താനും സാധിക്കും. അതിന് ഒരു ഇത്ര ശതമാനം ആളുകൾ, അതായത് ടോട്ടൽ അവിടുത്തെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഒരു 15 പേരുണ്ടെങ്കിൽ അതിലൊരു 5 പേര് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമസഭ വെക്കേണ്ടിയും വരും അവർക്ക്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുകയും ചെയ്യാം. അപ്പൊ നിർബന്ധമായിട്ടും ഈ ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത് പഞ്ചായത്ത് പ്രതിനിധികളോട് നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അത് നടത്തുന്നത് എന്നെ അറിയിക്കണം എന്നുള്ളത് പറയുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതല്ല സാറേ, ഒരു ഡൗട്ട്. നമ്മുടെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഗ്രാമസഭകൾ ചെയ്യുമ്പോ അത് നമ്മൾ തന്നെ മാക്സിമം ഒരാഴ്ച മുന്നെങ്കിലും അറിയിക്കണ്ടേ? അപ്പൊ ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ഞാനതിൽ ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കണം. കാരണം നിങ്ങൾ അംഗപരിമിതരായിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ടൈം ഇട്ടിട്ട് വേണം ചെയ്യാൻ. അല്ല, ഇതെന്താ സാധാരണ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ മുകളിൽ നിന്ന് വരും, ഗ്രാമസഭകൾ ആരംഭിക്കുന്നത്. അപ്പൊ ഈ പൂരത്തിന്റെ സമയത്ത് ഓരോ അമ്പലത്തിലും അല്ലെങ്കിൽ പള്ളി പെരുന്നാൾ നടക്കണ മാതിരി ഒരു തലയ്ക്ക് അങ്ങ് തുടങ്ങിയ എല്ലായിടത്തേക്കും പിന്നെ ഗ്രാമസഭ എന്നുള്ള നിലയ്ക്കാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ സർക്കുലർ വരണതിന്റെ ആ പിറ്റത്തെ ദിവസമാണ് അവർ അതിനെ പറ്റി ചിന്തിക്കുക. അതാണ് ഈ വിഷമം. അത് കാരണം കൊണ്ടാണ് ഈ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ പറഞ്ഞ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന തീയതിക്കുള്ളിൽ ചെയ്യണമേ. അതാണ് കാര്യം. ഇവിടെ നടന്നത് കറക്റ്റ് ഗ്രാമസഭ നടന്നത് നമ്മൾ ഈ ഗ്രാമസഭ വെക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നെയാണ് ഞങ്ങൾക്ക് അറിയിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് അയ്യോ, അതൊന്നും തെറ്റായില്ല. അത് ഗ്രാമസഭയുടെ ബൈലോയില് തന്നെ അങ്ങനെയല്ല പറഞ്ഞിരിക്കണേ. അതൊക്കെ കൃത്യമായിട്ടുള്ള ടൈം ഇട്ടിട്ട് ചെയ്യണം. പറയൂ. അത് മാത്രമല്ല, പറഞ്ഞോളൂ. അത് മാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് കയറി വരാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്താണ് കൊണ്ടിട്ട് മീറ്റിംഗ് വെക്കുന്നത്. അതും ബുദ്ധിമുട്ടാണ്. നല്ല മഴയുള്ള ദിവസങ്ങള് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്യാം. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ലേ? അതിനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യമായിട്ടില്ല. ഒരു സംശയം കൂടി ഉണ്ട്. 10-30 പേരുടെ അങ്ങനെ നിങ്ങൾ തങ്കരായിട്ട് അതിന് പറയുന്ന വേണം. പറഞ്ഞോളൂ സാറേ. സാറേ, എന്റെ പേര് മനാഫ് എന്നാണ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് പറഞ്ഞോളൂ സാറേ. അതായത് സാധാരണ ഗതിയിൽ ഈ ഗ്രാമസഭകൾ നടക്കുമ്പോൾ ഈ തലേ ദിവസമാണ് നമ്മളെയൊക്കെ അറിയുന്നത്. ചിലപ്പോ പല ഭിന്നശേഷിക്കാരും അറിയാത്തവരുണ്ട് ഇതില്. മനസ്സിലായില്ലേ സാറിന്? പിന്നെ ഇവര് ഒരു പ്രഹസനം പോലെയാണ് പല ഗ്രാമസഭകളും നടത്താറ് പല സ്ഥലങ്ങളിലും. അതെ, ഒരു മിനിറ്റ് സാറേ. ഞാന് എന്റെ പഞ്ചായത്തില് പിന്നെ നമ്മളിങ്ങനെ പൊതുപ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുമ്പോ ഓരോ വാർഡുകളിൽ നിന്നും 2 പേരെ 3 പേരെ ഇത്തരത്തിലേക്ക് ചുമതലക്കാരായിട്ട് എടുക്കും. അപ്പൊ ഞങ്ങൾ എടുക്കുമ്പോ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇപ്പൊ നിങ്ങളുടെ ഭിന്നശേഷിക്കാരുടെ വകുപ്പില്, പിന്നെ സാമൂഹ്യനീതിയുടെ വകുപ്പില്, അതല്ലാന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വകുപ്പില്, പിന്നെ പൊതുമരാമത്തിന്റെ വകുപ്പില്, അങ്ങനെ ഓരോ കമ്മിറ്റികളായിട്ട് രൂപീകരിച്ചിട്ട് അവർ 4-5 ആളുകൾ ആ കമ്മിറ്റിയിലുണ്ടാവും. അപ്പൊ ഞാൻ ഇതുമാതിരി സാമൂഹ്യനീതി വകുപ്പിന്റെ കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തില്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഇതുമാതിരി ആളുകൾ വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും അവരോട്, നമുക്ക് ഈ കണക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ എത്ര ആള് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളത്. അവർ ചോദിക്കുമ്പോ അവര് പഞ്ചായത്തിലെ എണ്ണൊക്കെ കുറെ ഉണ്ട്, അത് പിന്നെ അങ്ങനെയാണ് വിളിച്ചവരില്ല എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് സൂത്രത ഒഴിയും. ഒരു പ്രാവശ്യം ഞാൻ തന്നെ ഇടപെട്ടിട്ട് പറയേണ്ടി വന്നു, എങ്ങനെയാ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുന്നത്? ഇത് നടത്തുന്നത് ആത്മാർത്ഥമായിട്ട് നടത്തുകയാണെങ്കിൽ അവരെ മുഴുവൻ അറിയിപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്ക് വേണ്ടേ? അതുമാതിരി ഈ പറഞ്ഞമാതിരി ഫസ്റ്റ് ഫ്ലോറിലുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാമസഭ താഴ്ത്തു വെക്കണം, എന്തിനാ പണിക്ക് കയറ്റി വെക്കണം? അവർക്ക് വരുന്നുണ്ട്, പങ്കെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റാവുന്ന രീതിയിലേക്ക് താഴെ റൂമിൽ വെക്കണം, ഇവിടെ മുകളിൽ വെക്കേണ്ട, എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവര് ശരി, അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം, എല്ലാവരും അറിയിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നത്തെ പ്രാവശ്യം കൂടുതൽ ആളുകളെ അറിയിപ്പിച്ചു. എന്നാലും വന്നത് വളരെ കുറവാണ്, എങ്കിൽ പോലും അറിയിക്കുക എന്നുള്ളത് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത്, എന്നെമാതിരിയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞതില് താല്പര്യമുള്ള ഒരാള്, അതായത് നല്ല ഇതുള്ള ഒരാളോട് പറഞ്ഞ് അവരിലൂടെ ഒരു സപ്പോർട്ട് നേടാനും കൂടി നമുക്ക് ശ്രമം നടത്തണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പരിമിതി ഉണ്ട്, പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിൽ നടത്തുമ്പോ കയറി ചെല്ലാൻ.
ശരി ശരി. പക്ഷെ ഇതിനെതിരെ നമ്മൾക്ക് ശക്തമായിട്ടൊരു പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കൊടുക്കേണ്ടത്? പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കണം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിങ്ങൾ കൊടുക്കണം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തോളൂ. ഞങ്ങളെ ഗ്രാമസഭ നിർബന്ധമായി മുൻകൂട്ടി അറിയിക്കണം. ഗ്രാമസഭയുടെ റൂൾ അനുസരിച്ച് മിനിമം പിന്നെ ഒരാഴ്ച മുമ്പെങ്കിലും നോട്ടീസ് ഇട്ടിരിക്കണം, അറിയിച്ചിരിക്കണം. അറിയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് വിളിച്ച് അറിയിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എങ്കിൽ പോലും അതിന്റെ നോട്ടീസ് ഇട്ടോളണം, അല്ലെങ്കിൽ അറിയിക്കേണ്ട മാധ്യമങ്ങളോട് അറിയിക്കണം. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ എല്ലാ പഞ്ചായത്ത് തലത്തില് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലെ ഒരു 2 ദിവസം മുൻപ് ഇട്ടാ മതി. അത് അങ്ങനെ തന്നെ പറയണം. നിങ്ങൾ അതിന് ഈ സമയത്ത് വേണ്ടി കാത്തിരിക്കണ്ട. ഇനി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കുക. അടുത്ത ഗ്രാമസഭ എപ്പോഴാണ് എന്നുള്ളത് മുൻകൂട്ടി പറയണം. ഷോർട്ട് ടൈം പീരീഡിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കുക. അങ്ങനെ ഒരു അഭിപ്രായ സ്വരൂപീകരണം ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾക്ക് ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ഫണ്ട് ഉണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് ഇവരത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയും ഒരു പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും ഉണ്ട്. മുച്ചക്ര വാഹനങ്ങൾ നമ്മൾ ആവശ്യപ്പെടുമ്പോ അവര് പറയുന്നത് ഇക്കൊല്ലം മുച്ചക്ര വാഹനത്തിന് നമുക്ക് അനുവദനീയമല്ല എന്നുള്ള സംസാരമൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് എത്രത്തോളം ശരിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംശയം അതിന് അതായത് എങ്ങനെയാണ് അത് തീരുമാനിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു ഇതില് അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഫണ്ട് ചെലവഴിക്കാനായിട്ട് മൊത്തം ഇതിന്റെ ഫണ്ടിന്റെ ഇത്ര ശതമാനം എന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇത്ര രൂപ എന്ന് തീരുമാനിച്ചു. അപ്പൊ ആ രൂപ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വീണ്ടും ഗ്രാമസഭയിൽ അടുത്ത ഗ്രാമസഭ, അതായത് ഒരു ഗ്രാമസഭയിൽ നിങ്ങൾ തീരുമാനം എടുത്തു, അത് നടപ്പിലാക്കി. അടുത്ത ഒരു ഗ്രാമസഭ വരുമ്പോ ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ എവിടെ വരെ എത്തി എന്നുള്ള ഓഡിറ്റിംഗ് നടത്താനുള്ള ബാധ്യതയും കൂടി ഉണ്ട്, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. അപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അതിന് ഒരു ഫണ്ട് വെച്ചു 5 ലക്ഷം വെച്ചു വിചാരിക്കുക. 5 ലക്ഷം നിങ്ങൾക്ക് തോന്നുകയാണ് 5 ലക്ഷം വിനിയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് 5 ലക്ഷം വിനിയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഇത് ചെയ്യണം. അപ്പൊ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആദ്യത്തെ ഗ്രാമസഭയിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നയരൂപീകരണത്തിനായിരിക്കും, അതായത് ഇന്ന ആളുകൾക്ക് ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ നയരൂപീകരണത്തിന് ശേഷം കരട് രേഖ എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുന്ന ഏർപ്പാടുണ്ട്. അതായത് എന്തൊക്കെയാണ് ഇക്കൊല്ലം ചെയ്യേണ്ടത്, എത്ര രൂപ വരെ വെക്കണം എന്നുള്ളത് കരട് രേഖ സമർപ്പിച്ചിട്ട് അതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടാവാറുണ്ട്. അത് പഞ്ചായത്തുകളിലെല്ലാം ഉണ്ടാവാറുണ്ട്. അത് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് ചെയ്യാറ്. നമ്മൾ ഇന്ന ഇതിലേക്ക് ഇന്ന ഇത്രയും രൂപ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറ്. അതിനുശേഷം അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് എത്ര രൂപ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഗ്രാമസഭകളിൽ അത് എത്ര രൂപ വിനിയോഗിച്ചു അല്ലെങ്കിൽ എത്ര രൂപ ബാക്കിയുണ്ട്, എന്താണ് വിനിയോഗിക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അതുണ്ട്. ഗ്രാമസഭ എന്ന് പറയാൻ കഴിഞ്ഞാൽ അവർ പറഞ്ഞു കേൾക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് തിരിച്ചവരെ ചോദ്യം ചെയ്യാനും കൂടിയുള്ള വേദിയാണ് കേട്ടോ. അപ്പൊ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തും. എന്റെ ഗ്രാമപഞ്ചായത്ത് ഇനി ഞാനേ അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അറിവില്ലായ്മ കൊണ്ട് പറയണതാണ്. അങ്ങനെ പറയാനുള്ള ഒരു അധികാരമില്ല. ഇതിന് നിർബന്ധമാണ്. കുട്ടികളുടെ ഗ്രാമസഭ വരപ്പോ നിർബന്ധമായിട്ട് നടത്തണം. കുട്ടികൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാൻ പോലും ഉണ്ട്. എന്താ കുട്ടികളെ കൊണ്ട് സാധിക്കുക? സത്യത്തില് കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പോലും ഗ്രാമസഭ വെക്കണം എന്നുള്ളതുണ്ട് ഇപ്പൊ. അപ്പൊ എല്ലാം തന്നെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇതിന് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. ആ റൂൾ അറിയാത്ത ആരോണ്ട് അങ്ങനെ പറയാവര്. ഞാൻ ഈ നിപ്മറിന്റെ നമ്പർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിസർച്ച് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഇരിഞ്ഞാലക്കുട നമ്പർ ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഹലോ, 92 88 ഇത് ഫോൺ നമ്പറാണ്, മൊബൈൽ നമ്പറാണ് കേട്ടോ പറയണത്. 88 00 89 87 ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഞാൻ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. 92 88 00 89 87. ഇത് ഒരു മൊബൈൽ നമ്പറാണ്, ഓഫീസറുടെ നമ്പറാണ്. നേരിട്ട് അതിലേക്ക് വിളിക്കാം. അപ്പൊ ഈ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അതായത് കൃത്രിമ കാലോ കയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈവൻ അത് മാത്രമല്ല സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിപ്മറില് കുറെ കാര്യങ്ങൾ ഭിന്നശേഷിക്കാരെ ആളുകൾക്ക് മറ്റേ തെറാപ്പി ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുമോ? ഉണ്ട്. അതുണ്ട് അവിടെ നിന്നുകൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ നിപ്മറിനെ കുറിച്ച്
താമസിക്കാനുള്ള സൗകര്യം ജോസേട്ടാ എന്താ? ആ ആ ജോസേട്ടാ അതൊന്ന് പറയൂ പറയൂ. എഴുതിക്കട്ടെ ജോസേട്ടാ. എന്താ മാഡം ചോദിച്ചത്? എഴുതിയിരിക്കണോ? എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നിപ്മറിന്റെ ഇത് സാധാരണക്കാരന് വലിയ അറിവില്ലാത്തൊരു സംഭവമാണ്. ഇത് ഗവൺമെന്റിന്റെ അപ്പൊ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു മാഷ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട് ഇത്തരം ഗവൺമെന്റിന് എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പൊ അതിൽ പരിമിതികൾ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും അവർ പരമാവധി അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് പിന്നെ ഇതുമാതിരി കൃത്രിമ കൈകാല് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി ചെയ്യുന്നുണ്ട്, പിന്നെ ഫിസിക്കലായിട്ട് ഇതുമാതിരി കുറച്ച് ഇതുള്ളത് എന്തെങ്കിലും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്ന കേസുകളാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ എന്തൊക്കെ സേവനം ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് അവരൊന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അതുമാതിരി തന്നെ ഞാൻ തന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവലാദികളും അതിലേക്ക് പറഞ്ഞുകൂടി അതിന് പരിഹാരം കാണാൻ പറ്റും. അതൊക്കെ കേരള ഒട്ടുക്കുള്ള നമ്പറാണ്. അപ്പൊ അത് നേരിട്ട് മന്ത്രികൾ വരെ എത്തിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കുമല്ലേ. അപ്പൊ അതും കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാറ് ഒരു സംശയം, അത് ഫ്രീ ആയിട്ടാണോ നമുക്ക് ചെയ്തതന്നെ തെറാപ്പി ചെയ്യണമെങ്കിൽ? ഇത് നിപ്മറില് ചെറിയൊരു ചാർജ് ഉണ്ട്, ഫുള്ളി ഫ്രീ അല്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ കൃത്രിമ കാല് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഫ്രീ അല്ല, കുറച്ച് ചാർജ് ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് മേഖലയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതിന്റെ 1/3 തുകയെ വരുള്ളൂ. അത് മാത്രമല്ല അതിന് ശേഷം വെറുതെ ഇത് ചെയ്തു തന്നാൽ മാത്രം പോരാ, അതിന് ശേഷമുള്ള കുറെ സർവീസുകൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ കാല് വെക്കുന്ന ഒരാൾക്കാണെങ്കിൽ നടക്കാൻ പഠിപ്പിക്കണം. അല്ലാതെ വെറുതെ അങ്ങോട്ട് വെച്ചുകൊണ്ട് പിറ്റേ ദിവസം നടക്കാൻ പറ്റില്ല. അപ്പൊ അത് പഠിപ്പിക്കണമെങ്കിൽ ട്രെയിനിങ് ആ വക ഇതൊക്കെ പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ ചെലവാക്കിക്കൊണ്ട് അവരവിടെ പോയി നിന്നിട്ട് അവർ ചെയ്യണം. ഇത് അതില്ല. അവര് ഒട്ടുമിക്കത് ഈ കോസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. ട്രെയിനിങ് ആവശ്യമുള്ളതാണെങ്കിൽ അവരുടെ ഇതിൽ കോസ്റ്റിൽ തന്നെ ചെയ്തു തരും. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്തോളൂ, എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കോളൂ. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ. പിയൂഷേട്ടാ പിയൂഷേട്ടാ സാറ് തിരക്കാണെങ്കിൽ സാറിന് ലീവ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു. ഇനി ഒരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾക്ക് അവസരം തരികയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ RPF ഇൻസ്പെക്ടർ ശ്രീ ഗിരീഷ് സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഫാദർ ടോജിൻ കല്ലറക്കൽ, ആശംസ അറിയിച്ച ശ്രീ സുനിൽജി, PRO ശ്രീ പിയൂഷ് KP, അതുപോലെ തന്നെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീ അജിൽ ജോസഫ് തുടങ്ങിയ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി എന്റെ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ച ഷിബിനും പ്രത്യേകം എന്റെ നന്ദി അറിയിക്കുന്നു. ഇതുപോലത്തെ ഒരു കൂട്ടായ്മ തികച്ചും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു കൂട്ടായ്മ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഭിന്നശേഷി ആദ്യകാലങ്ങളിൽ അംഗപരിമിതർ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സമയത്ത് ഇപ്പോൾ ഇത് ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, അതല്ലെങ്കിൽ ദിവ്യാംഗജൻ ഇന്ത്യയിലാണെങ്കിൽ ഇത്തരത്തിൽ ഇതിനെ മാറ്റിയിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു തരത്തിലും ഇത്തരത്തിലുള്ള കുറവുകൾ ഒരു കാരണവശാലും ഈ രീതിയിലുള്ള ആളുകളെ അവരുടെ ജീവിത രീതിയെ ബാധിക്കുന്ന ഒന്നാകരുത്, അല്ലെങ്കിൽ ആകുന്നില്ല എന്നുള്ളതിന്റെ തികച്ചും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ ചേഞ്ച് ഓഫ് ഇതിന്റെ നെയിം. അത് തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുകയും ഞാൻ കുറെ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്നും
അതുപോലെ തന്നെ മറ്റ് ഏജൻസികളിൽ നിന്നും ലഭിക്കാവുന്ന പല കാര്യങ്ങളും പലർക്കും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ചെലുത്തി ഇത് എല്ലാവരിലും എത്തിക്കണം എന്നുള്ള ആശയത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ ദർശന ക്ലബിന് എന്റെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഒരു ഒന്നാം നിരയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്ലൈൻ സ്റ്റാഫാണ്. അപ്പൊ നമുക്കും ഒരുപാട് ഇതുപോലുള്ള ആളുകളുമായി, നിങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ ആളുകളുമായി ഇടപഴകാനും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകുവാനും സാധിക്കാറുണ്ട്. അത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെയധികം സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും ഞാൻ പറയുന്നതാണ്. റെയിൽവേയിൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ, അതിനെപ്പറ്റി ഒട്ടുമിക്ക പേരും ബോധവാന്മാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് ട്രാവൽ ചെയ്യാനും വേണ്ടി ഓരോ ട്രെയിനിലും മുൻവശത്തായാലും പിൻവശത്തായാലും ഒരു കോച്ചിന്റെ പകുതി ഭാഗം റിസർവ്ഡ് ആണ്. അത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനായി എന്തെങ്കിലും അത്തരത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ വരികയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 139 എന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതിൽ വിളിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സജ്ജമാക്കാൻ ഞങ്ങൾ സദാ ബാധ്യസ്ഥരാണ്, തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് കൂടുതലും ഞാൻ പറയുന്നില്ല, ഞാൻ കുറച്ച് തിരക്കിലുമാണ്. എന്നിരുന്നാലും ഷിബിൻ പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൽ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തുകൊണ്ടും ആണ് ഞാനിപ്പോ അത് അറ്റൻഡ് ചെയ്തത്. ഇതുപോലെ ഇനിയും എന്തെങ്കിലും കൂട്ടായ്മകൾ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ സേവനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേയുടെ ഭാഗത്തുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് പ്രാപ്തം ചെയ്യാൻ വേണ്ടി സദാ സന്നദ്ധരാണെന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഞാനൊന്ന് സാറിനെ വിളിച്ചത് ഇന്നലെ പിയൂസ് ഷിബിൻ ചേട്ടൻ പറഞ്ഞിട്ട് പിയൂസ് വിളിച്ചത്. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാനായിട്ടുള്ളത്, ഞങ്ങൾ പലപ്പോഴും ദർശനയുടെ ഭാഗത്തു നിന്ന് ഉത്തരേന്ത്യയിലേക്ക് മത്സരങ്ങൾക്കായിട്ട് പോകാറ് പതിവുണ്ട്. അപ്പോൾ ഈ കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തൊക്കെ ഈ ഭിന്നശേഷിക്കാരായതുകൊണ്ട് ഈ വീൽ ചെയർ ഇറക്കാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കയറാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയും അവരുടെ അടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യണട്ടെന്ന് പറയുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ നമ്മൾ സഹകരിക്കും, ചിലർ നമ്മുടെ അടുത്ത് എന്താ പറയുക ഒരു മുറുമുറുപ്പ് പോലെ ഒക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇവിടെ മത്സരങ്ങൾ വരുമ്പോൾ അതായത് ഞങ്ങൾ ഇവിടുന്ന് കയറുക തൃശ്ശൂർ സ്റ്റേഷനിൽ കയറുക, ഞങ്ങൾ എല്ലാവരും തൃശ്ശൂരിൽ നിന്ന് കയറും. പിന്നെ ഇറങ്ങുക ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് രാജസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഹരിയാനയില് ആസാമിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങൾക്കും പോകണം. ഇനിയിപ്പോ അടുത്ത 2 മാസം കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം രാജേഷ് എങ്ങനെ പോണേ ബീഹാറിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോ എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്പർ ഉണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഏത് സ്റ്റേഷനിലാണോ ഈ മൂവ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഏത് വണ്ടിക്കാണോ ആ ഡീറ്റെയിൽ എനിക്ക് അഡ്വാൻസ് ആയി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടറുമായി കോർഡിനേറ്റ് ചെയ്ത് അതിന് വേണ്ട നടപടി എന്താണെന്ന് ഞാൻ ചെയ്യാം. അപ്പൊ താങ്ക് യു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ സാധാരണ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കയറുക. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലവും ഞങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെയും ടിക്കറ്റും എല്ലാം കൂടി സാറിന് അയച്ചു തരാം ഞങ്ങൾ ഇനി ഓരോ യാത്രയ്ക്കും പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ ഞാൻ മാക്സിമം അവിടുത്തെ ഇൻസ്പെക്ടറായിട്ടും ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും എന്റെ കഴിവിന്റെ പരമാവധി 100% ഞാനതിൽ
സിൻസിയറായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു തരും. താങ്ക് യു സാർ. ദർശന ക്ലബിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത്രയും നല്ല വാക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാമെന്നും പറഞ്ഞതിന്റെ പേരിൽ താങ്ക് യു സാർ. ഹലോ സാറേ, നമസ്കാരം. പറയൂ സാറേ, ഒരു സംശയമുണ്ട്. സാറേ, ഒരു സംശയം ചോദിക്കാനുണ്ട്. പറയൂ സാറേ, ഭിന്നശേഷിക്കാർക്ക് UDID കാർഡ് ഉണ്ടല്ലോ. ഈ UDID കാർഡ് റെയിൽവേ കൺസെഷന് അനുവദീയമാണോ സാറേ? UDID കാർഡിന്റെ അനുവദനീയമാണോ എന്ന് പറഞ്ഞാൽ അതില് പെർസെന്റേജ് ഓഫ് ഇത് എന്താ പറയാ ഇതുണ്ട്. നിങ്ങളുടെ കപ്പാസിറ്റി ടൈപ്പ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഇത്ര പെർസെന്റേജ് ഇത്ര ഇതിലുള്ള കണക്കുണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ നമ്മൾ. അതിന് കൊമേഴ്സ്യൽ വിഭാഗമാണ് അത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കൊമേഴ്സ്യലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് ഏത് സ്റ്റേഷനിൽ ഇപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും സ്റ്റേഷനിൽ നിങ്ങൾ ഈ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ എന്ത് സഹായം ചെയ്തു തരാൻ പറ്റുന്നത് അതിന് മുന്നേ എന്നെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ആ സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറയാം. എന്താണോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിനെ പറ്റി അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതിനുള്ള സൗകര്യം ചെയ്തു തരും. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. എന്റെ മൊബൈൽ നമ്പർ നിങ്ങൾ ആര് വേണമെങ്കിലും വെച്ചോളൂ. ഏത് സമയത്തും നിങ്ങൾ എന്റെ ഒഫീഷ്യൽ മൊബൈൽ നമ്പർ 9003956725 ആണ്. ഞാൻ എറണാകുളത്ത് ഇരുന്നിട്ടുണ്ട്, പാലക്കാട് ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നമ്പർ ഒന്നുകൂടി പറയൂ. അത് നമ്പർ പിന്നീട് തരുന്നതായിരിക്കും. പിയൂസറിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, ആൾറെഡി ഉണ്ട്. ഷിബിന്റെ അടുത്തുണ്ട് നമ്പർ. റെയിൽവേ സംബന്ധിച്ച് നമ്മൾ RPF സേവനമാണ് നമ്മളുടെ മോട്ടോ. ഓക്കെ, ഞങ്ങളുടെ സേവ ഹി സങ്കല്പ്. പിന്നെ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ഒരേപോലെ ആവില്ല. ഒരു വീട്ടിലാണെങ്കിലും 5 പേരിലും ഒരേപോലെ ആവില്ല. അപ്പൊ പല ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അത് പലരുടെയും ആ ഒരു മെന്റാലിറ്റിക്ക് അനുസരിച്ചൊക്കെ ചിലപ്പോൾ അവർ സംസാരിക്കും. അതൊന്നും ഒരു പൊതുവെ ഒരു ഫോഴ്സിനെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഫോഴ്സിനെയോ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ചിന്തിക്കാനും പാടില്ല. നിങ്ങൾ ഒരു പോലീസുകാരൻ തെറ്റ് ചെയ്തു വെച്ചാൽ എല്ലാ പോലീസുകാരും അതുപോലെയാണ്, അല്ലെങ്കിൽ ഒരു RPF കാരൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ എല്ലാ RPF കാരും അതുപോലെയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 31 വർഷം സർവീസായി. ഞാൻ ഇതുപോലെ പല എന്താ പറയാ നമ്മളെ കാര്യം പ്രത്യേകിച്ച് പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഭിന്നശേഷിക്കാർക്കായാലും അല്ലെങ്കിൽ ആർക്കായാലും ഞാൻ എവിടെയാണെങ്കിലും ശരി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആവണം 2014 രാഷ്ട്രപതിയുടെ പുരസ്കാരം, ഇന്ത്യൻ പോലീസ് മെഡലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളും കൂടിയാണ് ഞാൻ. ഈ അവസരത്തിൽ ഞാൻ അതും കൂടിയും പറയാൻ ആഗ്രഹിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മുടെ രാജേഷ് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് നന്ദി അറിയിക്കാനാണുള്ളത്. അച്ചോ, നന്ദി അറിയിക്കേണ്ട ആള് നമ്മളെ ഇതിൽ കയറിയിട്ടില്ല. അപ്പൊ ഈ കൂട്ടായ്മയോട് ഒരു ചെറിയൊരു അപേക്ഷ. ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് ലീവ് ആയിക്കോട്ടെ. ഓക്കെ സാർ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടാ. അപ്പൊ ഒന്ന് ആരാണ് ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കണേ? ആരെങ്കിലും ഒരാള്? അലീന ഒരു ഇനിഷ്യേറ്റീവ് എടുത്തോ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഓക്കെ. അപ്പൊ ജോർജ് ചേട്ടനും അനിൽ ചേട്ടനും എല്ലാവർക്കും 1000 മംഗളങ്ങൾ നേരുന്നു. ഇനിയും ദീർഘനാൾ ജീവിക്കട്ടെ, ദോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഒരു കാര്യം ഓർമ്മിപ്പിക്കണം, നമ്മുടെ അടുത്തേക്ക് ഈ ഒരു 500ഓളം പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയൊരു ക്യാമ്പൊക്കെ നടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ചിലർ വന്നിട്ടുണ്ടായിരുന്നു. അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് ആഗ്രഹിക്കുന്നത്, ക്യാമ്പിലൂടെ അവർ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ വീൽ ചെയറോ വാക്കറോ ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ എന്താ പറയുക
വൈറ്റ് കെയിനോ അങ്ങനെ എന്തെങ്കിലും മൊബൈലോ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് ഒരു സപ്പോർട്ടിങ് ഉപകരണങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ലില്ലി ചേച്ചിയെ അറിയിക്കുക. ലില്ലി ചേച്ചിയുടെ അടുത്ത് എഴുതി അറിയിക്കുക. അപ്പോൾ ലില്ലി ചേച്ചി അതെല്ലാം നോട്ട് ചെയ്യും. നമുക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ആ ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും താല്പര്യമുള്ളവർ വരണം. ക്യാമ്പിലേക്ക് നിങ്ങൾ ഏവരും വരണം. വന്നാൽ മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ. ആദ്യം ക്യാമ്പിൽ വന്ന് അവര് എക്സാം ചെയ്യും. അതായത് ഡോക്ടേഴ്സ് വന്ന് ഇത് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ സപ്പോർട്ടിങ് ഉപകരണങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവര് ഇത് ഈ സ്നേഹസംഗമത്തിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കാം. പലപ്പോഴും ഈ സ്നേഹസംഗമത്തിൽ എത്താത്തവർക്ക് നമുക്കിതൊന്നും അറിയിക്കാൻ പറ്റില്ല. പലരും വിളിച്ചു ചോദിക്കേണ്ട ഗതികേടാണ്, എനിക്ക് വേണ്ടേന്നുള്ളത്. അപ്പൊ നമ്മുടെ ആവശ്യമാണെങ്കിൽ നമ്മൾ സ്നേഹസംഗമത്തിലും ഗ്രൂപ്പിലും ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുക. ലീഡേഴ്സും അവരായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കുക, ഇൻചാർജുമാരായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കുക. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നുള്ളതാണ്. പല രീതിയിലും നമുക്ക് ഇപ്പൊ വീടിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകൾ വന്നിരുന്നു, ജോലിക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് വന്നിരുന്നു. ഇതൊന്നും പലരും അറിഞ്ഞിട്ടുമില്ല. ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പറയില്ല എനിക്കൊരു ജോലി കിട്ടണമായിരുന്നു വെച്ചാൽ ഞാൻ ആ വോയിസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ഒരു വോയിസ് നോട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പയ്യെ തേടി വരുന്നത്. എന്നിട്ട് ഒരു കാരണം പറയും മൊബൈൽ കേടായിരുന്നു, മൊബൈൽ അപ്പുറത്തെ വീട്ടിലായിരുന്നു, മൊബൈൽ തട്ടുമ്പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അതൊന്നും ആ കാരണങ്ങളൊന്നും ഇഫക്റ്റീവ് ആകില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് സമയങ്ങളിൽ നിങ്ങൾ അറിയിക്കുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഉപകാരം. ഇപ്പൊ ഈ ഒരു സ്നേഹസംഗമത്തിലേക്ക് കയറി വന്നപ്പോഴേ ഒത്തിരിയേറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ സാമൂഹ്യ പ്രവർത്തകൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഓരോരോ സംഭവങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പലതും കേൾക്കില്ല, അത് അങ്ങനെ മൺമറിഞ്ഞു പോകും, അതങ്ങനെ എത്രയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീൽചെയറോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. മൊബൈൽ എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ്സിനുണ്ട് മൊബൈൽ. ഇനിയിപ്പോ എല്ലാവർക്കും മൊബൈൽ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. ബ്ലൈൻഡ്സിനാണ് മൊബൈൽ കൊടുക്കുക. അവർക്ക് കേട്ടുകൊണ്ടാണ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അവരുടെ സപ്പോർട്ടിങ് ഉപകരണം എന്ന് പറയുന്നത്. പിന്നെ ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെവിയിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും അങ്ങനത്തെ ആവശ്യമുള്ളവർ അത് വരാവുന്നതാണ്. വീൽ ചെയർകാര് കാലിന് വൈകല്യമുള്ളവർക്ക് വീൽ ചെയർ കിട്ടും. കാലിന് വൈകല്യമുള്ളവർക്ക് എനിക്ക് മൊബൈൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടുകയില്ല. അല്ലെങ്കിൽ കാലിന് വൈകല്യമുള്ളവർക്ക് എനിക്ക് വൈറ്റ് കെയിൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെന്നാലും കിട്ടില്ല. അപ്പൊ അതൊക്കെ ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ലഭ്യമാവുകയും ചെയ്യും. അപ്പൊ ലില്ലി ചേച്ചിയുമായിട്ട് ബന്ധപ്പെടുക. ലില്ലി ചേച്ചി അതെല്ലാം ക്യാമ്പ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ദർശനയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ആള് ലില്ലി ചേച്ചി ആയിരിക്കും. അപ്പൊ കൂടെ ആളെ ബന്ധപ്പെടുക. നമ്മൾ ക്യാമ്പ് വെക്കുന്നതായിരിക്കും, അതും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, ഇനി സമാപനത്തിലേക്ക് പ്രവേശിക്കാം. മറ്റു ജില്ലക്കാര് വെള്ളത്തിൽ പോയല്ലോ. ആര് പോയിന്ന്? മറ്റു ജില്ലക്കാര് വെള്ളത്തിലായി പോയല്ലോ. അതെന്തേ? തൃശ്ശൂർ ജില്ലക്ക് മാത്രമല്ല ഇപ്പൊ അതില് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ പെട്ടുപോയില്ലേ? അല്ലല്ല അങ്ങനെയൊന്നുമില്ല. അതായത് അവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മളിത് ഇപ്പൊ ഈ ലില്ലി ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് ആള് കണ്ടക്ട് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അങ്ങനെ ഓരോ ജില്ലയിലും ഇങ്ങനെയുള്ള ഒരു സംരംഭങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു 500ഓളം വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള മനസ്സുണ്ടാകണം എന്ന് മാത്രമുള്ള ഇനിഷ്യേറ്റീവ്. ഞാനും ഇതുപോലെ മുന്നോട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എവിടെയും സാധ്യമാണ്. ഇതൊക്കെ അവിടേക്ക് കൊണ്ടുവരാം, ഒരു തടസ്സമില്ല. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ കൊണ്ടുവരാം കേട്ടോ. രാജേഷ്, സമാപനത്തിലേക്ക് പ്രവേശിക്കുക. അടുത്തത് നന്ദി പറയലാണ്. കേൾക്കാമോ? പറയാം. കേൾക്കണ്ടോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിൻ്റെ 118ാമത്തെ സ്നേഹസംഗമം അവസാന നിമിഷത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഈ നിമിഷം എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ആ നന്ദി പറയുന്ന കടമ്പയിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യം നന്ദി ഇവിടെ പറയുന്നത് നമ്മുടെ സ്വന്തം സോളമനച്ചൻ, ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബിൻ്റെ ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പ് CMI.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ഈ 2 മാസങ്ങളിൽ ആയി അതായത് വിശ്രമമില്ലാത്ത ഓട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യം ജർമ്മനിയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു തീവ്ര പരിശീലനം, അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് മെഡൽ മേടിച്ച് തിരിച്ച് നാട്ടിൽ വന്നു വീണ്ടും ഓട്ടം. അങ്ങനെ എപ്പോഴും ഒരു ഓട്ടത്തിൻ്റെ ആളായിട്ട് നമ്മുടെ ഈ ദർശനയിലെ മക്കൾക്ക് ഏതെല്ലാം രീതിയിൽ അവരെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും എന്ന് ഓരോ നിമിഷവും ചിന്തിച്ച് പ്രയത്നിക്കുന്ന നമ്മുടെ സോളമച്ചന് എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ സോളമച്ചന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തതായി തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ റവറൻ ഫാദർ ടോജിൻ കല്ലറക്കൽ അച്ഛനാണ്. അച്ഛന് ഒത്തിരി തിരക്കുള്ളൊരു അച്ഛനാണ്. KCYM ചാർജുണ്ട്, അതുപോലെ ന്യൂമൻ കോളേജിലുണ്ട്, അതുപോലെ പള്ളിയിലെ വികാരി അച്ഛനാണ്. അങ്ങനെ ഈ എല്ലാ തിരക്കുകൾക്കിടയിലും ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വരാൻ യൂസ് എനിക്ക് ഇഷ്ടമാണ് നമ്മുടെ ഭിന്നശേഷി മേഖലയിൽ ഉള്ള കാര്യങ്ങൾക്ക് എന്ന് ഓടി വന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത റവറൻ ഫാദർ ടോജി കല്ലറക്കൽ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ശ്രീ ഗിരീഷ് സാർ, ഇൻസ്പെക്ടർ RPF കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു 8 മണിയോടെയാണ് സാറിനെ ഫോണിൽ ബന്ധപ്പെടാനായിട്ട് സാധിച്ചത്. ഇത് സാറും വളരെ വ്യക്തമായി ചോദിച്ചറിഞ്ഞു, ദർശന ക്ലബ്ബ് എന്താണ് നിങ്ങളുടെ പ്രവൃത്തികൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും സാറിനോട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അപ്പോൾ തന്നെ എനിക്ക് വാക്ക് തന്നിരുന്നു. അദ്ദേഹം അത് വളരെ ഭംഗിയായി തന്നെ നമ്മുടെ ദർശന ക്ലബ്ബിലെ ആളുകൾക്ക് ഇനിയുള്ള യാത്രകളിൽ സാറിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും തരാമെന്ന് പറഞ്ഞു. ഇത്രയും നല്ല വാക്കുകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നും പറഞ്ഞ നമ്മുടെ ഗിരീഷ് സാറിന് തടസ്സം നേരിട്ടേക്കാണ്. കേൾക്കാം. അടുത്തതായി ശ്രീ സുനിൽ സാർ, വരൂർ സർവീസ് സഹകരണ സംഘം ഭരണസമിതി പ്രസിഡന്റ്. സാറ് ഒത്തിരി ഭിന്നശേഷി മേഖലയിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ നമുക്കൊരു ചെറിയ ക്ലാസ് മോട്ടിവേഷൻ തന്നു. ഇത്രയും മനോഹരമായ വാക്കുകൾ തന്ന ശ്രീ സുനിൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ അവതരണം വളരെ ഭംഗിയായി കൃത്യനിഷ്ഠതയോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ രാജേഷ് മുല്ലശ്ശേരി, അതുപോലെ സ്വാഗതം വളരെ കൃത്യതയോടെ പറഞ്ഞ ശ്രീ അഷിൽ, അതുപോലെ ദർശനയുടെ റിപ്പോർട്ട് ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ജോസ് കൊരട്ടി, അതുപോലെ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരി, അതുപോലെ ക്ലബിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അജിൽ ജോസഫ് എന്നിവരെ എല്ലാവരെയും പ്രത്യേകം ഈ സമയം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ സമയം ദർശനയോടൊപ്പം ഇത്രയും സമയം 1:30 മണി മുതൽ ഈ സമയം വരെ ദർശനയുടെ ഈ പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്ന ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ നമ്മുടെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോ 56 പേരുള്ളൂ. നമ്മുടെ ശാസ്ത്രല്ല നമ്മുടെ സ്നേഹ സംഗമത്തിന്റെ നോട്ടീസ് നമുക്ക് ഭിന്നശേഷിക്കാരായിരിക്കുന്നവരുടെ ഗ്രൂപ്പുകൾക്ക് നമ്മളത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി അറിവുകളാണ് നമുക്കിത് പറഞ്ഞു തന്നത്. കഴിഞ്ഞ ആഴ്ചയെക്കാളും കുറവാണ് ഈ ആഴ്ച ഒരാൾ വന്നത്. അതാണ് പിന്നെ ഒരു വിഷമം. അപ്പൊ എന്തായാലും അങ്ങനെ ഷെയർ ചെയ്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് കയറിപ്പോട്ടെ. നമുക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലുള്ളവർ ഇപ്പോഴുള്ളവരെങ്കിലും എല്ലാവരും ശ്രമിക്കണം എന്ന് പ്രത്യേകം. ഒന്നിനും സ്റ്റാറ്റസിൽ കൊണ്ടിട്ടാലും മതി ഇവിടെ നോട്ടീസ്. അപ്പോഴും പരമാവധി ആൾക്കാർക്ക് കയറാം. അപ്പൊ നല്ലൊരു അറിവ് വെറുതെ നമ്മള് അത് പൈസ കൊടുത്തൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടും വിഷമം മനസ്സിലാവുള്ളൂ. പോയി ഇരുന്ന് കേൾക്കാനൊക്കെ വരും. ഇതിപ്പോ വെറുതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കേൾക്കുക വേണ്ടു. എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം പറയാം. ഇന്നത്തെ യോഗം അവസാനിച്ചു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. ഓക്കെ, യോഗം അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു പുതിയ സംരംഭത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ ഈ ആഴ്ച ഉണ്ടായത്.